വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. ടുഡേ നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോണത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പുതിയ കോഡാണ്. നമ്മുടെ CRPCനെ റീപ്ലേസ് ചെയ്ത് വന്ന കോഡാന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത? ദാറ്റ് മീൻസ് BNSS എന്താണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് CRPCയിൽ നിന്നും BNSSന് വന്നത് എന്ന് നോക്കാം. Law of a state can broadly be classified into two heads, civil law and criminal law. Again, both the civil and criminal laws can be divided into two, substantive law and procedural law. Substantive law, an act which defines the rights and liabilities of parties. For example, Indian Penal Code 1816. Procedural law prescribe procedure to be followed by judicial authorities such as police and court for administration of justice to the society. Example, Criminal Procedure Code 1973. നമ്മുടെ സ്റ്റേറ്റിന്റെ ലോയിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി സാധിക്കും, സിവിൽ ലോ, ക്രിമിനൽ ലോ. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ ലോ, ക്രിമിനൽ ലോയിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജറൽ ലോയും. സബ്സ്റ്റാൻറ്റീവ് ലോ, പ്രൊസീജറൽ ലോ, ഈ രണ്ട് ടേമും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേം ആയിരിക്കും, പക്ഷേ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും ചില ആൾക്കാർക്ക്. അതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരു ഇല്ലുസ്ട്രേഷനിലൂടെ എന്താണ് സബ്സ്റ്റാൻറ്റീവ് ലോ, എന്താണ് പ്രൊസീജറൽ ലോ എന്ന് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയാം. ഇവിടെ എ ആണെങ്കിൽ ഒരു ആക്സിഡന്റ് എക്ക് സംഭവിക്കുകയാണ്, ബി മൂലമാണ് എക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഇവിടെ ബി ലൈബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ IPC വെച്ചിട്ടായിരിക്കും. സെക്ഷൻ 279 പറയുന്നുണ്ട് റാഷ് ഡ്രൈവിംഗ്. ബി ഇവിടെ റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആക്സിഡന്റ് സംഭവിച്ചത്. അപ്പൊ ഇവിടെ ബിയുടെ ലൈബിലിറ്റി തീരുമാനിക്കുന്നത് ഒരു സബ്സ്റ്റാൻറ്റീവ് ലോ വെച്ചിട്ടാണ്. ഇവിടെ ബിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് CRPCന്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടാണ്. അപ്പം ഈ CRPCനെ നമ്മളൊരു പ്രൊസീജിയറൽ ലോ എന്ന് പറയും. സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ പാർട്ടീസിന്റെ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിനെ ഡിഫൈൻ ചെയ്യും, എന്തൊക്കെയാണ് ഒരു പാർട്ടീസിന്റെ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എന്ന്. അതുപോലെ തന്നെ പ്രൊസീജിയറൽ ലോ ഈ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യേണ്ടത് എന്നുള്ള പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. അതാണ് നമ്മുടെ പ്രൊസീജിയറൽ ലോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഫോർ എ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞതേ ഉള്ളൂ, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. The Code of Criminal Procedure, Bharatiya Nagarik Suraksha Sanhita 2023, new code has been enacted by the Parliament. It has came into force with effect from 1st April 1974. Since its enactment, the code has been amended several times. On 11th August 2023, 3 bills were introduced in the Lok Sabha that seek to repeal and replace the Indian Penal Code 1816, Code of Criminal Procedure 1973, and Indian Evidence Act 1872. Accordingly, the government has proposed a legislation, namely Bharatiya Nagarik Suraksha Sanhita 2023, hereinafter referred to as the Sanhita or BNSS, to propose to replace the Code of Criminal Procedure 1973. 11th ഓഗസ്റ്റ് 2023 ലോകസഭയിൽ 3 ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഇന്ത്യൻ പീനൽ കോഡ്, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 ആക്ടിനെ റിപ്പീൽ ചെയ്തിട്ട് പുതിയ കോഡ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഈ 3 ബില്ലിന്റെ ബേസിസിൽ റീപ്ലേസ് ചെയ്ത ഒരു കോഡാണ് നമ്മുടെ CRPC ബൈ BNSS 2023 ആയിട്ടുള്ള ഈ പുതിയ കോഡ്. അങ്ങനെ നമ്മുടെ CRPCനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സംഹിത വന്നു. CRPCയും സംഹിതയും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനി അടുത്ത സെക്ഷനിൽ. ഇൻ ദ CRPC there are 484 sections, whereas in the BNS, which is proposed to replace the CRPC, there are 533 sections. ഇതിൽ നിന്നാണ് നമുക്കൊരു കാര്യം എവിഡന്റ് ആണ്. പഴയ CRPCക്കകത്ത് 484 സെക്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമ്മുടെ ഈ BNSSന്റെ അകത്ത് ഈ പുതിയ കോഡിൽ 533 സെക്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ എവിഡന്റ് ആണ് എന്ത് കാര്യം? നമ്മുടെ സെക്ഷൻസിൽ ഒരു ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് പുതിയ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നേക്കുന്നത് നോക്കാം. 177 സെക്ഷൻസിന്റെ അകത്ത് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് ഫ്രം ഇറ്റ്സ് എക്സിസ്റ്റിംഗ് കോഡ് ആൻഡ് ഇൻസേർഷൻ ഓഫ് 9 ന്യൂ സെക്ഷൻസ്, 39 ന്യൂ സബ്സെക്ഷൻസ്, ആഡിംഗ് 44 ന്യൂ അഡീഷണൽ പ്രൊവിഷൻസ് ആൻഡ് ക്ലാരിഫിക്കേഷൻ.
177 സെക്ഷൻസിൽ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്, പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പുതിയ 9 സെക്ഷൻസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, 39 ന്യൂ സബ്സെക്ഷൻസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, 44 ന്യൂ അഡീഷണൽ പ്രൊവിഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 മാറ്റങ്ങളാണ് നമ്മുടെ സെക്ഷൻസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. പിന്നെ നമ്മുടെ അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺസ് ഓഫ് ദ BNSS, ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ടു റിപ്പീൽ ദ CRPC 1973 ആൻഡ് പ്രൊവൈഡ് ഫോർ ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ഫോറൻസിക് സയൻസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്രൈം ആൻഡ് ഫർണിഷിംഗ് ആൻഡ് ലോഡ്ജിംഗ് ഓഫ് ഇൻഫർമേഷൻ, സർവീസ് ഓഫ് സമൻസ്, etc. The new code proposed the use of electronic communication to serve summons and for investigation and trial. Specific timelines have been proposed for time-bound investigation, filing of charge sheet and for trials. നമ്മുടെ BNSSന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺസ് പ്രകാരം CRPCനെ BNSS റിപ്പീൽ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജിയുടെയും ഫോറൻസിക് സയൻസിന്റെയും യൂസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്രൈമിലും ഫർണിഷിംഗ് ആൻഡ് ലോഡ്ജിംഗ് ഓഫ് ഇൻഫർമേഷനും സർവീസ് ഓഫ് സമൻസിലും എല്ലാം പ്രൊവൈഡ് ചെയ്തു. ടെക്നോളജി ആൻഡ് ഫോറൻസിക് സയൻസിന്റെ യൂസിനെ പറ്റി BNSS പറയുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ കോഡ് പ്രൊപ്പോസസ് ദി യൂസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടു സെർവ് സമൻസ് ആൻഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ. ഇൻവെസ്റ്റിഗേഷനിലും ട്രയലിലും സമൻസ് സെർവ് ചെയ്യാൻ വേണ്ടിയും എല്ലാം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ഈ കോഡ് പ്രപ്പോസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ടൈം ബോണ്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയും ട്രയലിനും ഒക്കെ വേണ്ടി എന്താണ് സ്പെസിഫിക് ടൈം ലൈന് നമ്മുടെ ഈ BNSS പ്രപ്പോസ് ചെയ്തു. BNSS മുന്നോട്ട് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? CRPCനെ റിപ്പീൽ ചെയ്തു, യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ഫോറൻസിക് സയൻസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ എക്സെട്ര. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന്റെ യൂസ് പ്രപ്പോസ് ചെയ്തു. ആൻഡ് ഫൈനലി ടൈം ലൈൻസ് പ്രപ്പോസ് ചെയ്തു. എന്തിനാണ്? സ്പീഡി ഡിസ്പോസൽ ഓഫ് ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ, ഫയലിംഗ് ഓഫ് ചാർജ് ഷീറ്റ് ആൻഡ് ട്രയൽസ് ഒക്കെ പെട്ടെന്ന് നടത്താൻ വേണ്ടി ടൈം ലൈൻസ് സ്പെസിഫൈ ചെയ്തു. ഇതൊക്കെയാണ് BNSS മെയിൻ ആയിട്ട് പ്രപ്പോസ് ചെയ്ത മാറ്റങ്ങൾ ഈ പുതിയ കോഡില്. ഇനി BNSSന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് നോ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. ഇവിടെ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ ക്ലോസ് 533 ക്ലോസ് 1 ഓഫ് ദ സംഹിത റീഡ് as follows: The Code of Criminal Procedure 1973 is hereby repealed. 533 സബ് ക്ലോസ് 1 ഓഫ് ദ സംഹിത പറയുന്ന എന്താണ്? ഈ BNSS വന്നത് വഴി എന്താണ്? കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 റിപ്പീൽ ചെയ്തു. Notwithstanding such repeal, if immediately before the date on which this Sanhita came into force, there is any appeal, application, trial, inquiry or investigation pending, then such appeal, application, trial, inquiry or investigation shall be disposed of, continued, held or made as the case may be in accordance with the provision of the Code of Criminal Procedure 1973. As in force immediately before such commencement as if Sanhita had not came into force. നമ്മുടെ സംഹിത എന്ന് പറഞ്ഞ ഈ പുതിയ കോഡിന്റെ കമൻസ്മെന്റിന് മുമ്പായിട്ടുള്ള എന്തൊരു അപ്പീലോ ആപ്ലിക്കേഷനോ ട്രയലോ ഇൻവെസ്റ്റിഗേഷനോ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വിൽ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് CRPC ആണ്. പക്ഷെ സംഹിതയുടെ കമൻസ്മെന്റിന് ശേഷം വരുന്ന അപ്പീല്, ആപ്ലിക്കേഷൻ, ട്രയല്, ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ ഇതെന്തെങ്കിലും പെൻഡിങ് ആയിട്ട് വരുന്നതുണ്ടെങ്കിൽ, ഈ കമൻസ്മെന്റിന് ശേഷം വരുന്നതുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗവേൺഡ് ബൈ ദ BNSS എന്നാണ് മെയിൻ കൺസെപ്റ്റ്. Once the BNSS came into effect, any legal proceeding that commences from the date onwards will be governed by the provision of the BNSS. This include appeal, application, trial, inquiries and investigation. മൊത്തത്തിൽ നമ്മുടെ 533 സബ് ക്ലോസ് 1 ഓഫ് ദ സംഹിത ഇതാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ CRPCനെ റിപ്പീൽ ചെയ്യുന്നു.
പിന്നെ നമ്മുടെ ഈ സംഹിത കമ്മൻസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു അപ്പീലോ ആപ്ലിക്കേഷനോ ട്രയലോ ഇൻക്വയറിയോ ഇൻവെസ്റ്റിഗേഷനോ പെൻഡിങ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് CRPC. സംഹിത കമ്മൻസ് ചെയ്തതിന് ശേഷം എന്തൊരു ലീഗൽ പ്രൊസീഡിങ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഡേറ്റ് ഓൺവേർഡ്സ് ഇറ്റ് വിൽ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് BNSS. അതാണ് നമ്മുടെ 533 സബ് ക്ലോസ് 1 ഓഫ് സംഹിത പറയുന്നത്. ഇനി ഒരു ഇമ്പോർട്ടന്റ് കേസ് ലോ ആണ് നമ്മുടെ അബ്ദുൽ ഖാദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2024 കേസ്. ഈ കേസിൻ്റെ അകത്ത് മെയിൻലി കോർട്ട് ഹൾഡ് ചെയ്ത 4 ആസ്പെക്ട്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആൻ അപ്പീൽ ഓൺ ഓർ ആഫ്റ്റർ 1/7/2024 ഗവേൺഡ് ബൈ പ്രൊവിഷൻ ഓഫ് BNSS. നമ്മുടെ എന്തെങ്കിലും ഒരു അപ്പീല് 1/7/2024 അല്ലെങ്കിൽ അതിന് ശേഷമോ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് BNSS. When an appeal or application is represented after curing the defects, its date of filing shall relate back to the date of first presentation. ഒരു അപ്പീലോ ഒരു ആപ്ലിക്കേഷനോ നമ്മൾ പ്രസന്റ് ചെയ്തു, അതിനുശേഷം നമ്മളിപ്പം 1/8/2024 പ്രസന്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. ആ ഡിഫക്ട്സ് എല്ലാം മാറ്റിയിട്ട് വീണ്ടും ഇതിനെ റീപ്രസന്റ് ചെയ്തു 1/9/2024. അപ്പം ഇതിന്റെ ഡേറ്റ് 1/8/2024 ആണോ 1/9/2024 ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചോദിച്ചാല് അതിനെയാണ് നമ്മൾ പറയുന്നത് റിലേറ്റ് ബാക്ക് ടു ദ ഡേറ്റ് ഓഫ് ഫസ്റ്റ് പ്രസന്റേഷൻ. 1/8/2024 നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇവിടെ 1/8/2024 ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഗവേൺഡ് ബൈ പ്രൊവിഷൻ ഓഫ് BNSS. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ 1/8/2024 ഓഗസ്റ്റ് 1 ഒരു അപ്പീല് പ്രസന്റ് ചെയ്യുന്നു. സെപ്റ്റംബർ 1 നമ്മൾ ആ അപ്പീലിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ടായിരുന്നു, അതിനെ റീപ്രസന്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇവിടെ 1/8 എന്ന് പറഞ്ഞ ഡേറ്റ് ആണോ 1/9 എന്ന് പറഞ്ഞ ഡേറ്റ് ആണോ കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രസന്റേഷന്റെ ഡേറ്റേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇവിടെ 1/8 ഓഗസ്റ്റ് 1/2024 ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് BNSS. നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞായിരുന്നു 1/7/2024 ശേഷം ഏതൊരു അപ്പീൽ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ആപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് BNSS. അതേ സമയത്ത് നമ്മുടെ ഈ അപ്പീല് 1/8/2024 പകരം 1/6/2024 പ്രസന്റ് ചെയ്യുന്നെങ്കിൽ then it will be governed by the provision of CRPC. 1/7/2024 തൊട്ടുള്ള പ്രസന്റേഷനെയാണ് will be governed by the provision of BNSS. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ ജഡ്ജ്മെന്റ് ഓഫ് കൺവിഷൻ was delivered before or after 1/7/2024, if appeal against the said judgment is filed on or after 1/7/2024, the procedure outlined in BNSS will apply. ഇപ്പൊ ചിലപ്പോൾ ഈ നമ്മുടെ ജഡ്ജ്മെന്റ് ആണെങ്കിൽ ഡെലിവർ ചെയ്യുന്നത് ബിഫോർ 1/7/2024 മുമ്പും ആവാം പിൻപും ആവാം. പക്ഷെ ഈ ജഡ്ജ്മെന്റിനെതിരെ അപ്പീല് പോയിരിക്കുന്നത് 1/7/2024 അല്ലെങ്കിൽ അതിന് ശേഷമോ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഗവേൺഡ് ബൈ BNSS. ദാറ്റ് മീൻസ് ജഡ്ജ്മെന്റ് 1/7/2024 മുൻപാണോ പിൻപാണോ ഡെലിവർ ചെയ്തതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അപ്പീല് എപ്പോഴാണോ പോയിരിക്കുന്നത് 1/7/2024 ശേഷമാണ് പോയിരിക്കുന്നെങ്കിൽ ദാറ്റ് വിൽ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് BNSS എന്നാണ് പറയുന്നത്. All application filed and steps taken in the appeal filed prior to 0/1/7/2024 shall be under provision of CRPC ആണ്. ഇപ്പൊ നമ്മുടെ എന്തുവാണ് നമ്മുടെ 1/7/2024 ശേഷമുള്ള എല്ലാ ആപ്ലിക്കേഷനും അപ്പീലും
വിൽ ബി ഗവേൺഡ് ബൈ BNSS എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും 1/7/2024 തൊട്ട് മുമ്പ് ഫയൽ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ സ്റ്റെപ്സും വിൽ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് CRPC. അപ്പൊ ഇവിടെ നമ്മൾ 4 പോയിന്റ്സ് ആണ് ഈ കേസ് ലോയ്ക്കകത്ത് കോർട്ട് ഹെൽഡ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ്. അബ്ദുൽ ഖാദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1/7/2024 ശേഷം അല്ലെങ്കിൽ അന്ന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു അപ്പീലോ ആപ്ലിക്കേഷനോ വിൽ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് BNSS. ഈ 1/7/2024 മുമ്പുള്ള അപ്പീലും ആപ്ലിക്കേഷനും വിൽ ബി ഗവേൺഡ് ബൈ പ്രൊവിഷൻ ഓഫ് CRPC. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്ന ഡേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ, റീപ്രസെന്റ് ചെയ്യുന്ന ഡേറ്റ് കൺസിഡർ ചെയ്യത്തില്ല. പിന്നെയുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജഡ്ജ്മെന്റ് എപ്പോഴാണ് ഡെലിവർ ചെയ്യുന്നത്, ദാറ്റ് മീൻസ് 1/7/2024 മുൻപാണോ പിൻപാണോ എന്ന് നോക്കണ്ട. അപ്പീല് 1/7/2024 ശേഷമാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് BNSS ആണ്. ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന്റെ ടൈമിലാണെങ്കിലും ഏതൊരു essay വന്നു കഴിഞ്ഞാൽ പോലും ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ അകത്ത് മെയിൻലി ഇത്രവേ പറയുന്നുള്ളൂ. എന്താണ് CRPCയും BNSSും തമ്മിലുള്ള ചേഞ്ചസ്, 177 സെക്ഷൻസ്, 9 ന്യൂ സെക്ഷൻ, 39 ന്യൂ സബ്സെക്ഷൻസ്, 44 അഡീഷണൽ പ്രൊവിഷൻസ് വന്നു. ഇവിടെ നമ്മുടെ BNSSന് ഒരു നോ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ് ഉള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കേസിലോ അബ്ദുൽ ഖാദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിൻ്റെ അകത്ത് നമ്മൾ മേജർലി നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ 01/07/2024 എന്ന് പറഞ്ഞ ഈ ഡേറ്റ് ആണ്. ഈ ഡേറ്റിന് മുൻപും പിൻപും വരുന്ന അപ്പീലിന്റെ ആപ്ലിക്കേഷൻസിനെയും ഏത് ആക്ടിന്റെ പ്രൊവിഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഈ അബ്ദുൽ ഖാദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളക്കകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.